LDC, LGS പരീക്ഷയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് സൈനിക അഭ്യാസങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഒരു മാർക്ക് ഷുവറായിട്ട് മേടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് സൈനിക അഭ്യാസങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2022, 23, 24 കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എടുത്താണ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമ്മൾ ആദ്യം നോക്കുന്നത് വായു പ്രഹാർ എന്നറിയപ്പെടുന്ന സൈനിക അഭ്യാസത്തെ കുറിച്ചാണ്. ഇവിടെ ഓർക്കേണ്ട രണ്ട് പേരുകളാണ് ഇന്ത്യൻ ആർമി എയർഫോഴ്സും. അതായത് ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും സംയുക്തമായി നടത്തുന്ന മൾട്ടി ഡൊമൈൻ എയർ ലാൻഡ് എക്സസൈസിനെയാണ് നമ്മൾ വായു പ്രഹാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ വായു പ്രഹാർ എന്ന് പറയുമ്പോൾ അവിടെ ഓർക്കേണ്ട രണ്ട് വ്യക്തികളാണ് ഇന്ത്യൻ ആർമിയെ ഓർക്കുക, അതുപോലെ തന്നെ എയർഫോഴ്സിനെയും ഓർക്കുക. ഇവർ രണ്ടുപേരും സംയുക്തമായിട്ട് നടത്തുന്ന മൾട്ടി ഡൊമൈൻ എയർ ലാൻഡ് എക്സസൈസിനെയാണ് നമ്മൾ വായു പ്രഹാർ എന്ന് വിളിക്കുന്നത്. അടുത്ത അതേ നെയിം പോലെ വരുന്ന ഒന്നാണ് പർവ്വത് പ്രഹാർ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ആർമി മാത്രമേ ഉള്ളൂ. ഇത് ഓർക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പർവ്വത് പ്രഹാർ എന്ന് പറയുന്ന സൈനിക അഭ്യാസത്തിന്റെ വേദിയായിട്ട് വരുന്നത് ലഡാക്ക് ആണ്. അപ്പൊ പർവ്വത് പ്രഹാർ ഇന്ത്യൻ ആർമി സംഘടിപ്പിക്കുന്നതാണ് പർവ്വത് പ്രഹാർ എന്ന സൈനിക അഭ്യാസം. അവിടെ വേദി വളരെ പ്രധാനപ്പെട്ടതാണ്. ലഡാക്ക് ആണ് പർവ്വത് പ്രഹാറിന്റെ വേദിയായിട്ട് വരുന്നത്. ഇനി മിലൻ 2022 ഇത് പ്രധാനമായിട്ട് ഒരു സംയുക്ത നാവിക അഭ്യാസമാണ്. മിലൻ 2022 സംയുക്തം എന്ന് പറയുമ്പോഴേ ഓർക്കാം, രണ്ടിൽ കൂടുതൽ രാജ്യങ്ങൾ ചേർന്നുള്ള സൈനിക അഭ്യാസമാണ് ഏതെന്ന് പറയുന്നത് മിലൻ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ വേദിയായിരുന്നത് വിശാഖപട്ടണത്ത് വെച്ചായിരുന്നു മിലൻ 2022 നടന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസമായിരുന്നു മിലൻ 2022. പ്രധാനമായിട്ട് 46 രാജ്യങ്ങളാണ് മിലൻ 2022 പങ്കെടുക്കപ്പെട്ടത്. ഇതിന്റെ വേദി എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. 2022 മിലൻ 2022 തീം എന്ന് പറയുന്നത് സൗഹൃദം, ഐക്യം, സഹകരണം. വേണമെങ്കിൽ ഓപ്ഷൻ എയിൽ നമുക്ക് മിലൻ 2022 തന്നിട്ട് ഓപ്ഷൻ ബിയിൽ നിന്നും നമുക്ക് സൗഹൃദം, ഐക്യം, സഹകരണം ഇവ നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് മിലൻ 2022മായി പ്രധാനപ്പെട്ടത്. ഒന്ന്, മിലൻ 2022 വേദി എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. ഇതൊരു സംയുക്ത നാവിക അഭ്യാസമായിരുന്നു. 46 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. 2022 തീം എന്ന് പറയുന്നത് സൗഹൃദം, ഐക്യം, സഹകരണം എന്നിങ്ങനെയാണ് തീമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്തത് 2023 പ്രധാനപ്പെട്ട നാവിക അഭ്യാസങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന്, കൊങ്കൺ 2023. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് കൊങ്കൺ 2023 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കൊങ്കൺ 2023 വേദിയാകത് അറബിക്കടലാണ് വേദിയാകപ്പെട്ടത്. ഓർക്കുക, നമ്മുടെ സ്വന്തം അറബിക്കടലാണ് ഇന്ത്യ UK നാവിക അഭ്യാസത്തിന്റെ പേര് ചോദിച്ച കൊങ്കൺ 2023 വേദിയായത് ഏതാണ്? അറബിക്കടലാണ് വേദിയായത്. അതുപോലെ മറ്റൊന്നാണ് സമുദ്രശക്തി എന്ന് പറയുന്നത്. 2023 മെയിൽ നടന്ന ഇന്ത്യ ഇന്തോനേഷ്യ നാവിക അഭ്യാസം. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? സമുദ്രശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2023 സമുദ്രശക്തിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത നാവിക അഭ്യാസമായ സമുദ്രശക്തിയുടെ 4ാം പതിപ്പായിരുന്നു 2023 നടന്നത്. 2023 4ാം പതിപ്പാണ് നടന്നത്. വേദി എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ബാറ്റാം എന്ന് പറയുന്ന സ്ഥലമാണ് വേദിയായത്. അപ്പൊ 2023 സമുദ്രശക്തിയുടെ വേദി ഇന്തോനേഷ്യയിലെ ബാറ്റാം ആയിരുന്നു വേദിയാകപ്പെട്ടത്. ഓർക്കുക, സമുദ്രശക്തി ഇന്ത്യയും ഇന്തോനേഷ്യയും, കൊങ്കൺ എന്ന് പറയുന്നത് ഇന്ത്യയും UKയും തമ്മിലായിരുന്നു വേദിയാകപ്പെട്ടത്. അറബിക്കടലായിരുന്നു വേദിയായത് 2023 കൊങ്കൺ. സമുദ്രശക്തി 2023 നടന്ന 4ാം പതിപ്പായതും ഇന്തോനേഷ്യയിലെ ബാറ്റം ആയിരുന്നു വേദിയാകപ്പെട്ടത്. ഇതിൽ സമുദ്രശക്തിയിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. നമ്മൾ INS കവരത്തിയും ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 2023 സമുദ്രശക്തി പ്രോജക്റ്റിൽ അല്ലെങ്കിൽ സമുദ്രശക്തി സൈനിക അഭ്യാസ പരിപാടിയിൽ INS കവരത്തിയും എന്ത് ചെയ്തു? പങ്കെടുത്തു എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ പോകുന്നത് ഗൾഫ് കൺട്രീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവരുമായിട്ടുള്ള സൈനിക അഭ്യാസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സദാ തൻ സീക്ക് അവിടെ തന്നെ നമുക്ക് ഇത് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. സദാ, സൗദി അറേബ്യ. ആ പേര് വച്ച് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. സദാ മീൻസ് സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസമായിരുന്നു ഏത്? സദാതൻ സീക്ക് എന്ന പേരിൽ അറിയപ്പെട്ടത്. ആരൊക്കെയാണ്? ഇന്ത്യ ആൻഡ് സൗദി അറേബ്യ. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ആദ്യ സംയുക്ത സൈനിക അഭ്യാസത്തെയാണ് സദാതൻ സീക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന്റെ സ്ഥലം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അപ്പൊ സദാതൻ സീക്കിന് വേദിയാകപ്പെട്ടത് എവിടെയാണ്? രാജസ്ഥാനാണ് വേദിയാകപ്പെട്ടത്. ഓക്കെ, ഇവിടെ ഓർക്കേണ്ടത്
അടുത്ത രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ ഡെസേർട്ട് ആകുമ്പോൾ ഏതെങ്കിലും ഒരു അറബ് കൺട്രി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. UAE ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെസേർട്ട് സൈക്ലോൺ എന്ന പേരിൽ വിളിച്ചത്. 2024 വേദി എന്ന് പറയുന്നത് രാജസ്ഥാൻ ആയിരുന്നു വേദിയാകപ്പെടുന്നത്. അപ്പൊ ഡെസേർട്ട് സൈക്ലോൺ ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തെയാണ് നമ്മൾ ഡെസേർട്ട് സൈക്ലോൺ എന്ന് വിളിക്കുന്നത്. രാജസ്ഥാനിലെ മഹാജൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു 2024 വേദിയാകപ്പെട്ടത്. അപ്പൊ 2024 വേദി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ മഹാജൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് സൗദി അറേബ്യ, ഒന്ന് UAE-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൈനിക അഭ്യാസങ്ങൾ. ഇന്ത്യ സൗദി അറേബ്യ സൈനിക അഭ്യാസത്തെയാണ് സദാതൻ സീക്ക് എന്ന പേരിൽ നമ്മൾ വിളിച്ചത്. ഡെസേർട്ട് സൈക്ലോൺ എന്നറിയപ്പെടുന്നത് UAE ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 വേദിയാകപ്പെട്ടത് നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിലെ മഹാജൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഡെസേർട്ട് സൈക്ലോൺ വേദിയാകപ്പെട്ടത്. ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ രാജസ്ഥാൻ ഓർക്കുക, UAE, രാജസ്ഥാൻ, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്തൊന്ന് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെസേർട്ട് ഫ്ലാഗ് 8 എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2023 ഫെബ്രുവരിയിലായിരുന്നു ഈ ഒരു വ്യോമ അഭ്യാസം നടക്കപ്പെട്ടത്. അപ്പൊ ഡെസേർട്ട് ഫ്ലാഗ് 8 എന്ന് പറയുന്ന ഒരു വ്യോമ അഭ്യാസമാണ് UAE-യിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ്. ഓർക്കുക, രണ്ടിൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യോമ അഭ്യാസമായിരുന്നു 2023 ഫെബ്രുവരി മാസത്തിൽ UAE-യിൽ നടക്കപ്പെട്ടത്. ആ വ്യോമാഭ്യാസത്തിന്റെ പേരാണ് ഡെസേർട്ട് ഫ്ലാഗ്. അപ്പൊ ഡെസേർട്ട് സൈക്ലോൺ ഉണ്ട്, ഡെസേർട്ട് ഫ്ലാഗ് 8 ഉണ്ട്, തെറ്റിപ്പോകരുത്. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം പങ്കെടുത്ത, ഇന്ത്യക്ക് പുറത്ത് നടന്ന ആദ്യ അന്താരാഷ്ട്ര വ്യോമ അഭ്യാസം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? ഡെസേർട്ട് ഫ്ലാഗ് 8 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം പങ്കെടുത്ത, ഇന്ത്യക്ക് പുറത്ത് നടന്ന അന്താരാഷ്ട്ര വ്യോമ അഭ്യാസം എന്ന പ്രത്യേകതയും ഏതിനാണുള്ളത്? ഡെസേർട്ട് ഫ്ലാഗ് 8-നാണുള്ളത്. ആ രണ്ട് പോയിന്റ് വിലപ്പെട്ടതാണ്. ആ രണ്ട് പോയിന്റ് ഒന്ന് ഓർക്കുക. അൽ നജാഹ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അൽ നജാഹ് എന്ന് പറയുന്നത് ഇന്ത്യയും ഒമാനും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൽ നജാഹ് എന്ന പേര് കൊണ്ട് വിളിക്കുന്നത്. ആരൊക്കെയാണ്? ഇന്ത്യയും ഒമാനും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് ഏത്? അൽ നജാഹ് എന്ന പേര് കൊണ്ട് വിളിക്കുന്നത്. അപ്പൊ ഡെസേർട്ട് ഫ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്? വ്യോമ അഭ്യാസമായിരുന്നു. അന്താരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. ബഹുരാഷ്ട്രങ്ങളാണ് ഇതിൽ പങ്കെടുക്കപ്പെട്ടത്. ഇന്ത്യക്ക് പുറത്ത് നടന്ന ആദ്യ അന്താരാഷ്ട്ര വ്യോമാഭ്യാസം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം പങ്കെടുത്തത് ഡെസേർട്ട് ഫ്ലാഗ് 8-ലാണ്. അൽ നജാഹ് എന്ന് പറയുന്നത് ഇന്ത്യയും ഒമാനും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ്. അടുത്ത ഖാൻജാർ. ആ പേര് പോലെ തന്നെ നമുക്ക് പഠിച്ച് കിൽഗിസ്ഥാൻ. കിൽഗിസ്ഥാന്റെ ആ ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോഡ് ഉപയോഗിച്ച് തന്നെ അത് പഠിക്കാം. ഖാൻജാർ. 11ാമത് ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ആണ് ഖാൻജാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? ഖാൻജാർ, ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് സ്പെഷ്യൽ ഫോഴ്സ് ആണ്. എക്സസൈസിനെയാണ് ഖാൻജാർ. വേദി ആയത് ഹിമാചൽ പ്രദേശിലെ ബാക്ലോഹ് എന്ന് പറയുന്ന സ്ഥലമാണ് വേദിയാകപ്പെട്ടത്. അപ്പൊ ഖാൻജാറിന് വേദിയാകപ്പെട്ടത് ഹിമാചൽ പ്രദേശിലെ ബാക്ലോഹ് എന്ന് പറയുന്ന സ്ഥലമാണ്. അടുത്തത് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രഥമ ത്രിരാഷ്ട്ര നാവിക അഭ്യാസത്തിന്റെ വേദി ആകപ്പെട്ടത് ഗൾഫ് ഓഫ് ഒമാൻ ആണ്. നമ്മൾ ഒമാനെ കുറിച്ച് നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കൂടെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റൊന്നാണ്, ഒരു ത്രിരാഷ്ട്ര നാവിക അഭ്യാസത്തിന്റെ വേദി എവിടെ ആകപ്പെട്ടു? ഗൾഫ് ഓഫ് ഒമാൻ ആകപ്പെട്ടു. ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങൾ തമ്മിൽ, ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, ഫ്രാൻസ്, UAE എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രഥമ ത്രിരാഷ്ട്ര നാവിക അഭ്യാസത്തിന്റെ വേദി ആകപ്പെട്ടത് ഏതാണ്? ഗൾഫ് ഓഫ് ഒമാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് PSC പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതുമായ ഒരു ഫാക്ട് ആണ് വരുണ എന്ന് പറയുന്നത്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസമാണ് 2022-ലാണ് നടക്കപ്പെട്ടതാണ് വരുണ. 2022-ന് ശേഷം വീണ്ടും നടക്കപ്പെട്ടു വരുണ. അപ്പൊ വരുണ എന്ന് പറയുന്നത് ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വരുണ എന്ന പേര് കൊണ്ട് വിളിക്കുന്നത്. 2023-ൽ വരുണയുടെ 21ാമത്തെ പതിപ്പാണ് നടക്കപ്പെട്ടത്. അപ്പൊ ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവിക അഭ്യാസമാണ് വരുണ. 2023-ൽ അതിന്റെ 21ാമത്തെ പതിപ്പ് നടക്കപ്പെട്ടു. വേദി ആകപ്പെട്ടതും ഇതും എവിടെയാണ്? അറബിക്കടലിലാണ് വരുണയ്ക്ക് വേദിയാകപ്പെട്ടത്. അടുത്തത് ഫ്രിൻജെക്സ് 23.
ഫ്രിൻ എന്ന് പറയുമ്പോഴേ അവിടെ ഓർക്കുക ഫ്രാൻസ് ഉണ്ട്. ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമാണ് 2023 നടന്ന ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമാണ് ഫ്രിൻജെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിന് വേദിയാകപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ആണ് വേദിയാകപ്പെട്ടത്, അല്ലെങ്കിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പാണ് തിരുവനന്തപുരത്താണ് ഫ്രിൻജെക്സ് 23ക്ക് വേദിയാകപ്പെട്ടത്. ഫ്രിൻജെക്സ് ഫ്രാൻസ് ആണ്. അപ്പൊ ഓർക്കുക ഇന്ത്യ ഫ്രാൻസ് സൈനിക അഭ്യാസമാണ് 2023 നടക്കപ്പെട്ടത്. എവിടെയാണ്? കേരളത്തിലാണ് ഇത് നടക്കപ്പെട്ടത്. കേരളത്തിൽ തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ഇത് നടക്കപ്പെട്ടത്. ലാ പെറൂസ് എന്നറിയപ്പെടുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതും ഫ്രാൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ബഹുരാഷ്ട്ര നാവിക അഭ്യാസമാണ് ലാ പെറൂസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ബഹുരാഷ്ട്ര നാവിക അഭ്യാസമാണ് ഏത്? ലാ പെറൂസ് എന്നറിയപ്പെടുന്ന. ഓർക്കുക, വരുണ ഫ്രിൻജെക്സ് 23 ലാ പെറൂസ്. വരുണ ഇന്ത്യ ഫ്രാൻസ് ആണ്, ഫ്രിൻജെക്സ് 23യും ഇന്ത്യൻ ഫ്രാൻസുമാണ്. ലാ പെറൂസ് ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ബഹുരാഷ്ട്ര നാവിക അഭ്യാസമാണ്. ഫ്രിൻജെക്സ് 23 നടന്നത് കേരളത്തിലാണ്, തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ്. വരുണ 2023 അതിന് 21ാമത്തെ പതിപ്പാണ് നടക്കപ്പെട്ടത്. ഇന്ത്യയും അറബിക്കടലാണ് ഇതിന് വേദിയാകപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കുക. ലാ പെറൂസിന്റെ ഒരു പോയിന്റ് കൂടി പറയുന്നു, ഇന്ത്യൻ നേവിയും അതിന്റെ ഭാഗമായിരുന്നു. ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ബഹുരാഷ്ട്ര നാവിക അഭ്യാസമായ ലാ പെറൂസിൽ ഇന്ത്യൻ നേവിയും ഭാഗമായിരുന്നു എന്നൊരു കാര്യം കൂടി ഓർക്കുക. വരുണ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗരുഡ 7. ഗരുഡ എന്ന പേരിൽ ഇന്ത്യ ഫ്രാൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തെയാണ് നമ്മൾ ഗരുഡ 7 എന്ന പേര് കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഫ്രിൻജെക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗരുഡ 7നെ കുറിച്ച് ഓർക്കുക. ഇന്ത്യ ഫ്രാൻസ്, അപ്പൊ ഫ്രാൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ടത് ഗരുഡ 7, വരുണ, ഫ്രിൻജെക്സ് 23, ലാ പെറൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ ഓർക്കേണ്ടതായിട്ടുള്ളത്. ഇന്ത്യ ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗരുഡ 7 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഫിൻഡെക്സ് 23. ഇവിടെ ഓർക്കാൻ എളുപ്പമാണ്. ഇന്ത്യ ഉണ്ട്, ആഫ്രിക്കൻ കൺട്രീസ് ആണ്, ആഫ്രിക്ക. 2023 നടന്ന ഇന്ത്യ ആഫ്രിക്ക സംയുക്ത സൈനിക അഭ്യാസമായ അഫിൻഡെക്സ് 2023 വേദിയായത് പൂനെയാണ് വേദിയാകപ്പെട്ടത്. അപ്പൊ അഫിൻഡെക്സ് 2023 വേദിയാകപ്പെട്ടത് എവിടെയാണ്? പൂനെയാണ്. അജയ് വരിയർ എന്നറിയപ്പെടുന്നത് 2023 ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇന്ത്യ UK സംയുക്തമായിട്ടുള്ള മറ്റ് പ്രോജക്റ്റുകൾ നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ് വാരിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ബ്രൈറ്റ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് 2023 ഓഗസ്റ്റിൽ ഈജിപ്തിൽ നടന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമാണ് ബ്രൈറ്റ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈജിപ്തിനെ കൂടാതെ US, സൗദി അറേബ്യ, ഗ്രീസ്, ഖത്തർ, ഇന്ത്യ എന്നീ രാജ്യങ്ങളും ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തു. അപ്പൊ ബ്രൈറ്റ് സ്റ്റാർ എന്ന് പറയുന്നത് ഈജിപ്തിൽ വച്ച് നടക്കപ്പെട്ട ഒരു ബഹുരാഷ്ട്രം, 2ൽ കൂടുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ബ്രൈറ്റ് സ്റ്റാർ. ബ്രൈറ്റ് സ്റ്റാർ ഓർക്കേണ്ടത് ഈജിപ്തിനെ ഓർക്കുക. ഈജിപ്തിനെ കൂടാതെ മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് USA, സൗദി അറേബ്യ, ഗ്രീസ്, ഖത്തർ, ഇന്ത്യ. നമ്മൾ ഇന്ത്യ പങ്കെടുത്തത് കൊണ്ടാണ് നമുക്കിത് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കപ്പെട്ട സൈനിക അഭ്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രൈറ്റ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഇന്ത്യ UK സംയുക്ത സൈനിക അഭ്യാസം 2023 അജയ് വരിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ ആഫ്രിക്ക സംയുക്ത സൈനിക അഭ്യാസമാണ് അഫിൻഡെക്സ് 23 എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ധർമ്മ ഗാർഡിയൻ ആണ്. ധർമ്മ ഗാർഡിയൻ ഇന്ത്യ ജപ്പാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2023 ഫെബ്രുവരിയിൽ ജപ്പാനിലെ ഷിഗ പ്രൊവിൻസിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. അപ്പൊ ധർമ്മ ഗാർഡിയൻ നടക്കപ്പെട്ടത് എവിടെയാണ്? ജപ്പാനിലാണ് നടക്കപ്പെട്ടത്. ജപ്പാനിലെ ഷിഗ പ്രോവിൻസിലായിരുന്നു 2023 നടക്കപ്പെട്ടത്. ഇന്ത്യ ജപ്പാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ധർമ്മ ഗാർഡിയൻ. ഇതിന്റെ 4ാം പതിപ്പിന്റെ വേദിയായിരുന്നു ജപ്പാനിലെ ഷിഗ പ്രോവിൻസ് എന്ന് പറയുന്നത്. 2023 ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത് 4ാം പതിപ്പായിരുന്നു. ജപ്പാനിലെ ഷിഗ എന്ന് പറയുന്ന പ്രോവിൻസ് ആയിരുന്നു ഇതിന്റെ വേദിയാകപ്പെട്ടത്. അടുത്തത് ജിമെക്സ് 22 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജിമെക്സ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസമാണ്. അപ്പം നാവിക അഭ്യാസമാണ് ഏതെന്ന് പറയുന്നത്? ജിമെക്സ് 22 എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസത്തെയാണ് നമ്മൾ ജിമെക്സ് 22 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലാണ് ഇവിടെ വേദിയാകപ്പെട്ടത്. അപ്പൊ ജിമെക്സ് 22ന് വേദിയാകപ്പെട്ടത് ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് വേദിയാകപ്പെട്ടത്.
അടുത്തത് കോർബ വാരിയർ 23. കോർബ വാരിയർ ബ്രിട്ടൻ, വേദിയാകപ്പെട്ടത് ബ്രിട്ടൻ. ഇന്ത്യ, ബ്രിട്ടൻ, ഫിൻലാൻഡ്, സ്വീഡൻ, ദക്ഷിണാഫ്രിക്ക, USA, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വ്യോമസേനകൾ തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? കോർബ വാരിയർ എന്ന പേരിൽ അറിയപ്പെട്ടത്. 2023 വേദിയാകപ്പെട്ടത് ബ്രിട്ടൻ ആണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയും പങ്കെടുക്കപ്പെട്ടു. കോർബ വാരിയർ എന്ന് പറയുന്നത് വ്യോമസേനകൾ തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ്, വ്യോമസേനകളുടേതാണ്. ഓർക്കുക, പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ത്യ, ബ്രിട്ടൻ, അതുപോലെ തന്നെ ഫിൻലാൻഡ്, സ്വീഡൻ, ദക്ഷിണാഫ്രിക്ക, USA, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വ്യോമസേനകൾ തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസത്തെയാണ് നമ്മൾ കോർബ വാരിയർ 23 എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോർബ വാരിയർ പഠിച്ചതുപോലെ തന്നെ വീർ ഗാർഡിയൻ 23 കൂടി നമ്മൾ പഠിക്കുകയാണ്. 2023 ജനുവരിയിൽ ജപ്പാനും ഇന്ത്യയും തമ്മിൽ നടത്തിയ സംയുക്ത വ്യോമ അഭ്യാസമാണ് വീർ ഗാർഡിയൻ. ഈ വീർ ഗാർഡിയനുമായി ബന്ധപ്പെടുത്തിയ ഒരു പേര് കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ആവണി ചതുർവേദി. 2023 വീർ ഗാർഡിയന്റെ ഭാഗമായി ഇന്ത്യൻ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആയതും ആരാണ്? ആവണി ചതുർവേദി. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആണ് ആരെന്ന് പറയുന്ന ആവണി ചതുർവേദി എന്ന് പറയുന്നത്. ഇത് വീർ ഗാർഡിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. ഓർക്കുക, 2023 ജനുവരിയിൽ ജപ്പാനും ഇന്ത്യയും തമ്മിൽ ജപ്പാനിൽ നടത്തിയ സംയുക്ത വ്യോമ അഭ്യാസമാണ് ഏത്? വീർ ഗാർഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ വീർ ഗാർഡിയന്റെ ഭാഗമായി ഇന്ത്യൻ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരെന്ന് ചോദിച്ചാൽ ആവണി ചതുർവേദിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് കൂടിയാണ് ആരെന്ന് പറയുന്നത്? ആവണി ചതുർവേദി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് തൃശ്ശൂലിനെ കുറിച്ചാണ്. 2023 ഡിസംബറിൽ ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ ഇന്ത്യ നടത്തിയ വ്യോമ അഭ്യാസമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? തൃശ്ശൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? 2023 സെപ്റ്റംബറിൽ ചൈന പാകിസ്ഥാൻ അതിർത്തി, ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ ഇന്ത്യ നടത്തിയ വ്യോമ അഭ്യാസത്തെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? തൃശ്ശൂൽ. അടുത്തത് എക്സ് സമൃദ്ധി എന്നറിയപ്പെടുന്നത്. 2022 ജൂൺ 5 ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ആരംഭിച്ച സംയുക്ത സൈനിക പരിശീലന അഭ്യാസമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ സൈനിക പരിശീലനമാണ്. ആരൊക്കെ തമ്മിലുള്ള? ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലന അഭ്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംപ്രീ. 2022 ജൂൺ 5 തുടക്കം കുറിക്കപ്പെട്ടത്. ഈ ഏകതയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യ മാലിദ്വീപ് നാവിക സേനകൾ പങ്കെടുത്ത വാർഷിക അഭ്യാസമായ ഏകതയുടെ 6ാം പതിപ്പിന്റെ വേദി ആയത് മാലിദ്വീപിലാണ് നടക്കപ്പെട്ടത്. അപ്പൊ ഇന്ത്യ മാലിദ്വീപ് നാവിക സേനകൾ പങ്കെടുക്കുന്നതാണ് ഏത്? ഏകത എന്ന് പറയുന്നത്. നാവിക സേനയുമായാണ് ഏകത ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിന്റെ 6ാം പതിപ്പിന്റെ വേദിയാകപ്പെട്ടത് മാലിദ്വീപാണ്. അപ്പൊ തൃശ്ശൂര്, സംപ്രീത്, ഏകത, ഇത് 3 ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഫാക്ടുകൾ കൂടിയാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിലാണ് തൃശ്ശൂർ നിൽക്കുന്നത്. ഏകത എന്നറിയപ്പെടുന്നത് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നാവികസേന അഭ്യാസമാണ്. ഏകതയുടെ 6ാം പതിപ്പിന്റെ വേദി എന്ന് പറയുന്നത് മാലിദ്വീപുമാണ്. അടുത്തത് എഗുവർ ഇൻ എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസമാണ്. എഗുവർ ഇൻ 12ാം പതിപ്പിന്റെ വേദി ആകപ്പെട്ടത് ഉത്തരാഖണ്ഡിലെ ചൗഫാട്ടിയ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചായിരുന്നു എഗുവറിന്റെ വേദി ആകപ്പെട്ടത്. അപ്പൊ എഗുവറിൻ മാലിദ്വീപാണ്. സംയുക്ത സൈനിക അഭ്യാസമാണ്. ഇവിടെ സൈനിക അഭ്യാസമാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആ കാര്യം ഒന്ന് ഓർക്കുക. ഇന്ത്യയും മാലിദ്വീപും തമ്മിലാണ് ഉത്തരാഖണ്ഡിലെ ചൗഫാട്ടിയ ആയിരുന്നു 12ാം പതിപ്പിന്റെ വേദി ആകപ്പെട്ടത്. എഗുവർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സുഹൃത്ത് എന്നാണ് ആ വാക്കിന്റെ ടേമിന്റെ അർത്ഥം. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എഗുവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ജോയിന്റ് സോർഡ് എന്നാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. തായ്വാൻ കടലിടുക്കിൽ ചൈന നടത്തിയ സൈനിക അഭ്യാസമാണ്. 2023 ഏപ്രിലിൽ തായ്വാൻ കടലിടുക്കിൽ ചൈന നടത്തിയ സൈനിക അഭ്യാസത്തെയാണ് ജോയിന്റ് സോർഡ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. അടുത്ത വജ്രപ്രഹാർ 2022 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഹിമാചൽ പ്രദേശിലെ ബാക്ലോമിലെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിങ് സ്കൂളിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ 22 എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2022 വജ്രപ്രഹാർ ഇന്ത്യയും അമേരിക്കയും ഹിമാചൽ പ്രദേശിലെ ബാക്ലോമിലെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിങ് സ്കൂളിലാണ് നടത്തിയത്. യുദ്ധ അഭ്യാസം ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് 2022 നവംബറിൽ നടന്ന ഇന്ത്യ USA സംയുക്ത സൈനിക അഭ്യാസമാണ്. യുദ്ധ അഭ്യാസ് ഉത്തരാഖണ്ഡിലെ ഔലി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു, പ്രദേശമായിരുന്നു ഇവിടുത്തെ
വേദിയാകപ്പെട്ടത്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ USA-യുമായി ബന്ധപ്പെടുത്തി പഠിച്ചു. വജ്രപ്രഹാർ USA-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. യുദ്ധ് അഭ്യാസ് USA-യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ 2022 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഹിമാചൽ പ്രദേശിലെ ബാക്ലോമിലെ സ്പെഷ്യൽ ഫോഴ്സ് ട്രെയിനിങ് സ്കൂളിൽ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തെയാണ് വജ്രപ്രഹാർ എന്ന് വിളിക്കുന്നത്. യുദ്ധ് അഭ്യാസ് എന്ന് പറയുന്നത് 2022 നവംബറിൽ നടന്ന ഇന്ത്യ USA സംയുക്ത സൈനിക അഭ്യാസമാണ്. ഉത്തരാഖണ്ഡിലെ ഔലി എന്ന് പറയുന്ന പ്രദേശമാണ് ഇതിന് വേദിയാകപ്പെട്ടത്. അടുത്ത ഡിഫൻഡർ 23 നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാഭ്യാസമാണ് ഡിഫൻഡർ 23. ഇതിന്റെ വേദിയാകപ്പെട്ടത് ജർമ്മനിയാണ്. നാറ്റോയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, വേൾഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിഫൻസ് ആണ്. നാറ്റോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യോമാഭ്യാസമായ ഡിഫൻഡർ 23യുടെ വേദി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അടുത്ത ഉദരശക്തി ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ആദ്യ വ്യോമ അഭ്യാസമാണ്. അപ്പൊ ഉദരശക്തി ഇന്ത്യയും മലേഷ്യയും തമ്മിലാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ആസിയാൻ സോളിഡാരിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് ദക്ഷിണ ചൈന കടലിന്റെ തെക്കൻ നുതന ദ്വീപുകളിൽ ആസിയാൻ രാജ്യങ്ങൾ ആരംഭിച്ച സംയുക്ത നാവിക അഭ്യാസമാണ് ആസിയാൻ സോളിഡാരിറ്റി എക്സസൈസ്. ആസിയാൻ രാജ്യങ്ങൾ ആരംഭിക്കപ്പെട്ട സംയുക്ത നാവിക അഭ്യാസമാണ്. ദക്ഷിണ ചൈന കടലിന്റെ തെക്കൻ നദുന ദ്വീപുകളിലാണ് ഇത് ആരംഭിക്കപ്പെട്ടത്. ഉദരശക്തി ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള വ്യോമ അഭ്യാസത്തെയാണ് നമ്മൾ ഉദരശക്തി എന്ന് പറയുന്നത്. ഓസ്ട്ര ഹിന്ദ് 22 ഓസ്ട്ര പേര് തന്നെയുണ്ട്. ഓസ്ട്രേലിയയും ഹിന്ദു സ്വരാജ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ ഇന്ത്യൻ ആർമിയും ഓസ്ട്രേലിയൻ ആർമിയും തമ്മിലുള്ള ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തെയാണ് ഓസ്ട്ര ഹിന്ദ് 22 എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പൊ ഓസ്ട്ര ഹിന്ദ് 22 എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയും ഓസ്ട്രേലിയൻ ആർമിയും തമ്മിലുള്ള ഉഭയകക്ഷി പരിശീലന അഭ്യാസമാണ്. അപ്പൊ ഉദരശക്തി ഇന്ത്യയും മലേഷ്യയും തമ്മിൽ വരുന്നു. ഓസ്ട്ര ഹിന്ദ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ വരുന്നു. ഈ രണ്ട് ആർമികൾ തമ്മിലുള്ള ഉഭയകക്ഷി പരിശീലന അഭ്യാസമാണ് ഇവിടെ പറയുന്നത്. അടുത്ത ഗോൾഡ് കുരുക്ഷേത്ര ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗോൾഡ് കുരുക്ഷേത്ര. ഇതിന്റെ 13ാം പതിപ്പിന്റെ വേദിയാകപ്പെട്ടത് ജോധ്പൂരാണ്. അപ്പൊ ഗോൾഡ് കുരുക്ഷേത്ര ഇന്ത്യ ആൻഡ് സിംഗപ്പൂരാണ് വരുന്നത്. 13ാം പതിപ്പിന്റെ വേദിയാകപ്പെട്ടത് ജോധ്പൂരാണ്. 13ാം പതിപ്പിന്റെ വേദിയാകപ്പെട്ടത് ഇന്ത്യ സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഗോൾഡ് കുരുക്ഷേത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. 13ാം പതിപ്പിന്റെ വേദി എന്ന് പറയുന്നത് ജോധ്പൂരാണ്. മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 23 ചൈനയും ഇറാനും റഷ്യയും ചേർന്നുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 23 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? ചൈനയും ഇറാനും റഷ്യയും ചേർന്നുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 23 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചൈനയും ഇറാനും റഷ്യയും ചേർന്നുള്ള സംയുക്ത നാവിക അഭ്യാസമാണ്. 3 രാജ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ഓർക്കുക. അടുത്ത വോസ്റ്റോക്ക് 22 എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ 2022 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ റഷ്യയിൽ നടന്ന ബഹുരാഷ്ട്ര നാവിക അഭ്യാസമാണ് വോസ്റ്റോക്ക് 22. സൈക്ലോൺ 23 എന്ന് പറയുന്നത് ഇന്ത്യ ഈജിപ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് സംയുക്തമായി നടത്തിയ ആദ്യ സൈനിക അഭ്യാസമാണ് സൈക്ലോൺ 23 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 23 എന്ന് പറയുന്നത് ചൈനയും ഇറാനും റഷ്യയും ചേർന്നുള്ള സംയുക്ത നാവിക അഭ്യാസമാണ്. വോസ്റ്റോക്ക് 22 എന്ന് പറയുന്നത് 2022 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ റഷ്യയിൽ നടന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തെയാണ് വോസ്റ്റോക്ക് 22 എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൈക്ലോൺ 23 എന്നറിയപ്പെടുന്നത് ഇന്ത്യ ഈജിപ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് സംയുക്തമായി നടത്തിയ ആദ്യ സൈനിക അഭ്യാസമാണ് സൈക്ലോൺ 23 എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ ഈജിപ്റ്റ് സ്പെഷ്യൽ ഫോഴ്സ് സംയുക്തമായി നടത്തിയ ആദ്യ സൈനിക അഭ്യാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലോൺ 23 എന്ന പേരിൽ വിളിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങൾ നോക്കിപ്പോയത്. അപ്പൊ നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. 2022 മുതൽ 24 വരെ നടക്കപ്പെട്ട പ്രധാനപ്പെട്ട സൈനിക അഭ്യാസങ്ങളാണ് നോക്കിപ്പോയിരിക്കുന്നത്. അപ്പം കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിലേക്ക് LDC LGS ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.